നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോണത് ഞാൻ ഈ പാഠം കുറച്ച് എടുത്ത് തന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നോക്കാനുള്ളത് എന്താണ്, നമുക്ക് ഏതാണ് ചാപ്റ്റർ പഠിക്കാനുള്ളത്? ഹത്താശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ അല്ലേ? വിനോദ് കുമാർ ശുക്ലയുടെ കവിതയുടെ ബേസിലുള്ളതാണ് ഇത്. അതായത് ഇതാണ് ഹത്താശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, വിനോദ് കുമാർ ശുക്ലിൻ്റെ ആ ഒരു കവിത എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇത്. ഇനി ഈ ഒരു കവിതയുടെ ബേസിൽ നമ്മുടെ നരേഷ് സക്സേന എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടിപ്പണി എഴുതിയിട്ടുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിതയെ കുറിച്ചിട്ട് പറയുന്നതും, അതേപോലെ തന്നെ ഒരാളെ അറിയുക എന്താണ്, അതായത് അറിയുക എന്ന് പറയുന്നത് എന്താണ്, ഈ പാരമ്പര്യമായിട്ട് വരുന്ന ഈ ഒരു രീതിയെ തകർത്ത് കൊണ്ടിട്ട്, അതായത് എങ്ങനത്തെ രീതിയെ, ഒരാളെ അറിയുക എന്ന് പറയുന്നത് പേരിലോ അഡ്രസ്സിലോ വയസ്സിലോ അതോ പൊസിഷനിലോ അല്ലെങ്കിൽ ജാതിയിലോ ഇങ്ങനെയൊക്കെ അറിയുന്നതിൽ എന്താണ്, ഇതൊക്കെ തകർത്ത് കൊണ്ടിട്ടാണ് പുതിയ രീതി എന്ത് കൊണ്ടുവരുന്നത്, ഹത്താശ, നിരാശ, എഹ്സാസ് അല്ലെങ്കിൽ എന്താണ് സങ്കട്ട്. അതായത് ഹത്താശ, നിരാശയും സങ്കട്ടമൊക്കെയാണ്. എഹ്സാസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്ലെസ് കണ്ടീഷൻ, സങ്കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രയാസങ്ങൾ. അതായത് ഇതൊന്നും അറിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ്, ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോട്ടിലൊരു മുറിവ് പറ്റിയ ഒരു ആൾ എന്താണ്, നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല അല്ലേ? പക്ഷെ ആൾക്ക് നമുക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ത് പറയാൻ പറ്റും, റിയാലിറ്റി ശരിക്കും എന്ത് പറയാൻ പറ്റും? ശരിക്കും എന്ത് പറയാൻ പറ്റും? ശരിക്ക് നമുക്കറിയില്ല ആ വ്യക്തി എന്താ അറിയാം, ആളൊരു പ്രശ്നത്തിലാണെന്ന് നമുക്കറിയാം അല്ലേ? ആള് മുസീബത്തുമാണെന്ന് അറിയാം. അതായത് ആൾക്ക് എന്താണ്, ഒരു സഹായത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ എന്ത് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു കവിതയുടെ സന്ദേശം, യഹ് കവിത കി മനുഷ്യക്കോ മനുഷ്യ കി തര ജാനേ കി യാദ് ദിലാത്തി ഹേ. അതായത് എന്താണ്, ഈ ഒരു കവിത മനുഷ്യൻ്റെ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ? ഓക്കെ, ഇനി എന്താ പറയണത് അതിൽ? കവിത ലത്താർ നഹി ജാന ഓർ ജാനേ കാ ബയാൻ കർ ജാത്തി ഹേ ഓർ ശില്പിക്ക് ഇസ് ബാരിക്ക് കർക്കി കോ ദേക്കേം. അതായത് കവിതയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തുടർച്ചയായിട്ട് അറിയില്ല പിന്നെന്താണ് അറിയും എന്നൊരു വിവരണം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു കവിതയുടെ ആ ഒരു ശില്പത്തിൻ്റെ ആ ഒരു സൂക്ഷ്മമായ ഒരു കഴിവിനെയാണ്. ബാരിക്കി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം, കാരിക്കരി എന്ന് പറഞ്ഞാൽ കഴിവിനെ. അപ്പോൾ ആ ഒരു കഴിവിനെ നോക്കാം എന്നാണ് അതിൽ പറയുന്നത്. അടുത്തെന്നിട്ടാ പറയുന്നത്, ഇനി അവിടെ തന്നിരിക്കുന്നത് കവിതയിലത്തെ 4 വരിയാണ്. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानता था, साथ साथ चलने को जानता था. എന്താണ്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു, പക്ഷേ കൂടെ നടക്കാൻ അറിയുമായിരുന്നു അല്ലേ? നമുക്ക് കവിത പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. അതായത് ഇതിൽ ഈ നഹി ജാൻതാദ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ നഹി ജാൻതാദ എന്ന് പറയുന്നതും അതേപോലെ ജാന്ന എന്ന് പറയുന്നതും കവിതയിൽ ഒരു ലോകഗീത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എന്താ പറയുക, നാടൻ പാട്ട്, നമ്മൾ ഫോക്ക് സ്റ്റോറി നാടൻ പാട്ട് എന്നൊക്കെ പറയില്ല, അതേപോലെ ലോകഗീത് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടിൻ്റെ സ്ഥായിക്ക് തര ബാർ ബാർ ലോട്ട്താ ഹേ. അതായത് സ്ഥായി എന്ന് പറഞ്ഞാൽ വായ്ത്താരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വരികളില്ല, അതിനെയാണ് വായ്ത്താരം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ നഹി ജാൻത എന്ന് പറയുന്നത്, ഈ ജാൻത എന്ന് പറയുന്നത് എന്താണ്, റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്. ഇനി ഗദ്യമേ लिखे हुए किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किसी कविता में आए हैं, യാദ് നഹി ആ രഹ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നത്? അതായത് ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മൾ, വായ്ത്താരം പോലെ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ലൈൻ വരുന്ന പോലെ എന്താണ് അതിൽ വരുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഗദ്യരൂപത്തിൽ എഴുതിയ ഏതെങ്കിലും ഒരു കവിതയുടെ വരികളുടെ ലിറിക്സിൻ്റെ ആ ഒരു താളബോധം, അതേപോലെ അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള കാര്യങ്ങളും
ഇങ്ങനെ ഒരു കവിതയിൽ വന്നിട്ടായിട്ട് ആൾക്ക് എന്താണ് ഓർമ്മ വരുന്നില്ല എന്നാണ്. യാദ് നഹി ആരാഹേ, എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന്. അതായത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഭംഗിയുള്ളതും ഇങ്ങനെ താളബോധത്തിലൊക്കെ എഴുതിയൊരു വന്നൊരു കവിത ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടൊരു കവിത ഓർമ്മയില്ല എന്നാണ് ആര് പറയണത്, നരേഷ് സക്സേന പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഗദ്യരൂപത്തിൽ എഴുതിയ കവിത. ഞാനിത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗദ്യരൂപത്തിൽ കവിത എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ 2 തരം കവിതകളുണ്ട്, പദ്യതരവും ഗദ്യതരവും. ഗദ്യതരം എന്ന് പറഞ്ഞാൽ സാധാ നമ്മളെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അങ്ങനെ പറയണ പോലെ, അതായത് പക്ഷികൾ അകലേക്ക് പറന്നു പോയെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പദ്യരൂപമാണെങ്കിൽ ഒരു ഫോർമാറ്റ് ഇല്ലാത്ത രൂപത്തിൽ, അതായത് എന്താണ് പക്ഷികൾ എന്താണ് പറന്നു പോയി പക്ഷി അകലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇല്ലാണ്ട് പറയുന്നില്ല, അതാണ്. അങ്ങനെയുള്ളതാണ് എന്താണ് ആ ഒരു ഗദ്യ രൂപത്തിൽ എഴുതിയ ഒരു കവിതയിൽ എന്താണ് ഇങ്ങനെ ലിറിക്സിനൊക്കെ താളഭംഗിയും ഇങ്ങനെയൊക്കെ വന്നതായിട്ട് ഓർമ്മ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് തുടങ്ങാനായിട്ട് മുമ്പ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എന്ത് ഗസൽ എന്ന് പറഞ്ഞ ഒരു വാക്ക്. അപ്പോൾ ഗസൽ എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഗസൽ എന്ന് പറഞ്ഞാൽ ഒരു ഉറുദുവിലെ കവിതേനെ പറയുന്നതാണ് എന്ത് ഗസൽ എന്ന് പറഞ്ഞാൽ. അതായത് ഗസൽ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വരികളുണ്ടാവും, 2 വരി വെച്ചിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത് ഗസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഈ ഉറുദുവിൽ ഇങ്ങനെ 2 വരി വെച്ച് എഴുതുന്നതിനാണ് ഗസൽ എന്ന് പറയുക. അങ്ങനെ ഒരു ഗസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 വരി വെച്ച് എഴുതുന്ന ഉറുദു കവിതകളെയാണ് എന്ത് പറയുക ഗസൽ എന്ന് പറയുക. അപ്പം എന്താണ് പറയുന്നത്, ജയ്സെ കിസി ഗസൽ മേ, അതായത് ഉദാഹരണത്തിന് എന്താണ് ഗസൽ മേ ഈ ഉറുദു കവിതയിൽ എന്താണ് ആക്രി ഷേർ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഷേർ എന്ന് പറഞ്ഞാൽ സിംഹമാണ്, അതായത് അവസാന സിംഹം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഷേർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഉറുദു വേർഡാണ്, അതായത് എന്താണ് അവസാന വരിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവസാനത്തെ വരി ഏതാണ് ഇവിടെ, ഇതാണ് അവസാനത്തെ വരി ഇവിടെ അല്ലേ. അപ്പോൾ ഈ അവസാനത്തെ വരിയിൽ എന്താണ് അവസാനത്തെ വാക്ക് ആക്രി ശബ്ദ് കണ്ടാവും, ആക്രി ഷേർക്കി ആക്രി ശബ്ദ്, അവസാനത്തെ വരിയിലെ എന്താണ് അവസാനത്തെ വാക്ക്. അതായത് ഇതിൽ എന്താണ് ഇപ്പോൾ ഈ ഗസൽ ഒരാൾ പാടിയപ്പോൾ ഇവിടെ ഒരു വരി തന്നെ ഇവിടെയും വന്നു, അതേപോലെ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും പറഞ്ഞു. താനെ ഓട്ടോമാറ്റിക്കലി ഇനി ആ കവിത വായിക്കുന്ന ആൾക്ക് എന്താണ് ഇവിടുത്തെ വാക്ക് പറയാൻ പറ്റും, കാരണം ഇവിടെ 3 റിപ്പീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇവിടെയും പറയാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്കുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഗസൽ പാടുമ്പോൾ 3 വരിയിൽ അവസാനം നമുക്ക് റിപ്പീറ്റ് ചെയ്ത അവസാനത്തെ വരിയിൽ ഓട്ടോമാറ്റിക് നമുക്ക് എന്താണ് ഓഡിയൻസിന് പറയാൻ പറ്റും ഇല്ലേ, കേൾക്കുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റില്ലേ. ആ 4ാമത്തെ വരിയിൽ ലാസ്റ്റ് എന്താ വരാമെന്ന്, 3ാമത്തെ റിപ്പീറ്റ് ചെയ്തപ്പോൾ തന്നെ 4ാമത്തെ. അപ്പോൾ അതാണ് പറയുന്നത് എന്ത് ശ്രോത്രോക്കി ജുബാൻ പർ ആപ്സെ ആപ്പ് ആ ജാത്താ ഹെ, അതായത് ഓഡിയൻസിൻ്റെ ആ ഒരു നാവിൽ ആ ഒരു വായയിൽ എന്ത് വരും, തന്നെ എന്ത് വരും, അത് വരും എന്താണെന്ന് ആ ഒരു വാക്ക്. അതേപോലെ വൈസേഹി ഈസ് കവിതാമേ അന്തിം ശബ്ദ് യഹി സാത്ത് സാത്ത് ചലന, അതായത് ഈ ഒരു കവിതയിലെ അവസാനത്തെ വരിയായ എന്ത് സാത്ത് സാത്ത് ചലന എന്ന് പറയുന്ന, അതായത് കൂടെ കൂടെ നടക്കുക. കെ ബാദ് ഏതി കവിത പാഠ് രോക് ദിയാദ, അതായത് വായിക്കുന്നത് നിർത്തിപ്പോയാൽ ഈ സാത്ത് സാത്ത് ചലന എന്ന് അവിടെ വെച്ചിട്ട് നിർത്തിപ്പോയാൽ തോ സുന്നെ വാലൊക്കെ ഖുദ് വാക്യ പൂർ കർ ദേങ്ക, എന്താണ് പറയണത്, ഇത് നിന്ന് പോയാലും ബാക്കി എന്ത് ചെയ്യും, അത് പൂരിപ്പിക്കാൻ അത് ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും ഓഡിയൻസിന് പറ്റും. ഓർ കഹേങ്ക് എന്ത് പറയും, ജാൻതാദ അറിയും എനിക്കറിയും എന്ന് പറയും അല്ലേ. അത് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ കൂടെ കൂടെ നിന്നു, ഇപ്പം എന്ത് പറയും, നടക്കാനറിയായിരുന്നു എന്ന് പറയാൻ പറ്റും അല്ലേ. അത് കേട്ട് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ആ പാരഗ്രാഫിൽ അത്രയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, യഹി ജാന്ന, എന്താണ് യഹി കവിത ജാന ശബ്ദ കി റൂഢിഗസ്ത് അർത്ഥക്കോ പൂരി തരഹക്ക് ബദൽ ജാത്തി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പറയുന്നത്, ഈ കവിതയിലെ അറിയുക എന്ന വാക്കിനെ എന്താണ് പാരമ്പര്യമായ ആ അർത്ഥത്തെ പൂർണ്ണമായി മാറ്റിക്കൊണ്ടിട്ട് ആണ് ഇത് വരുന്നത് അല്ലേ. ഇസ് കവിതാക്കി പെഹ്ലി 2 പങ്ക്തിയോ മേ ഹി കവിതാക്കി അപ്നി പൂരി ബാത് ദേത്താ ഹേ എന്നാണ് പറയുന്നത്. ഇസ് കവിത ഈ കവിതയിലെ
പെഹലെ ദോ പങ്ക്തിയോം ആദ്യത്തെ രണ്ട് വരികൾ, പെഹലി ആദ്യത്തെ, ദോ രണ്ട്, പങ്ക്തി വരി. അപ്പോൾ ആദ്യത്തെ രണ്ട് വരിയിൽ തന്നെ കവി അപ്നി പൂരി ബാത്, കവി എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ മുഴുവൻ കാര്യങ്ങളും, പൂരി ബാത് മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കഹ് ദേത്താ ഹേ എന്താണ് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്, ശേഷ് പങ്ക്തിയാം ഉസേ കഹ്ഗേക്കോ ഓർ സഗൻ ഓർ ഗഹര കർത്തി ഹേ. അതായത് ശേഷ് പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കി വരുന്ന വരികൾ എന്താണ്, കഹ്ഗേക്കോ പറഞ്ഞ കാര്യങ്ങൾക്ക്, ഓർ സഗൻ ഓർ ഗഹര അതായത് കൂടുതലും, സഗൻ എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുക, അതായത് ഗഹര ഡെപ്തായിട്ട് അല്ലെങ്കിൽ ആഴത്തിൽ അതിനെ പറയുകയാണ് ബാക്കിയുള്ള വരികൾ എന്നാണ് എന്ത് പറയുന്നത്, കവി പറയുന്നത്. കവിതാക്കി സന്ദേശ് അത് നെക്സ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. അതിൽ ലാസ്റ്റ് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ്, കവിതാക്ക സന്ദേശ് ഹേ എന്താണ്, കവിതയുടെ മെസ്സേജാണ്, ഒരു സന്ദേശമാണ്. എന്ത്, ദോ മനുഷ്യക്കോ ബീച്ച് മനുഷ്യക്ക എഹ്സാസ് യാനി മനുഷ്യ മാനവീയ സംവേദന ഹോന ജരൂരി ഹേ, ജാൻകാരിയാം ജരൂരി നഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് മനുഷ്യന്മാർക്കിടയിൽ, അതായത് ദോ മനുഷ്യക്ക് ബീച്ച് രണ്ട് മനുഷ്യന്മാർക്ക് ഇടയിൽ, ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ, മനുഷ്യക്ക എഹ്സാസ് എന്താണ്, മനുഷ്യൻ്റെ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, യാനി അതായത് അതിനുപരി എന്താണ്, മാനവിക്ക് സംവേദന ഹോന ജരൂരി ഹേ അതായത് മാനവികതയുടെ ആ ഒരു ഹ്യൂമാനിറ്റിയുടെ പരിഗണന ഉണ്ടാവേണ്ടത് എന്താണ്, ജരൂരി ഹേ ആവശ്യകതയാണ്. ജാൻകാരി ജരൂരി നഹി ഇൻഫോർമേഷൻ മറ്റുള്ള കാര്യങ്ങളൊന്നും എന്താണ് നിർബന്ധം ഇല്ലയെന്ന്. മറ്റുള്ള ജാൻകാരി ഇൻഫോർമേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പേര് അഡ്രസ്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, കിന്തു യഹ് സന്ദേശ് കവിതാമേ, കിന്തു എന്നിരുന്നാലും ഈ കവിതയിലൂടെ എന്താണ്, ഈ ഒരു മെസ്സേജിൽ എന്താണ്, ഉപദേശ് കി തര നഹിയാത്ത എന്താണ്, അഡ്വൈസ് ഉപദേശത്തിൻ്റെ തരത്തിൽ എന്താണ് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു കവിതയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് ടിപ്പണിയുടെ ബേസിലുള്ള എന്ത് ചെയ്യാൻ, ഇത് എഴുതാൻ, ടിപ്പണിക്ക് ആധാർ പാർ ലിഖേം, ടിപ്പണിയുടെ ബേസിൽ ഇത് എഴുതാനാണ് പറയുന്നത്. ജാനയ്ക്ക് റൂട്ടിഗ്രസ്ത് ആധാർ, അതായത് ജാന എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ പാരമ്പര്യമായിട്ടുള്ള രീതി എങ്ങനെയായിരുന്നു, നാമ് പദ ആ സംഭവങ്ങളൊക്കെയാണല്ലേ. എന്തൊക്കെയാണത്, നാമ് പദ ഉമ്ര ഓഹദെ ജാതി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ്, നാം എന്ന് പറഞ്ഞാൽ പേര്, പദ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്, ഉമ്ര എന്ന് പറഞ്ഞാൽ വയസ്സ്, ഓഹദ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊസിഷൻ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, ഒരാളുടെ ഒരു പദവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്, ജാതി മതം ആ സംഭവം തന്നെയാണ്. പിന്നെന്താണ്, ജാനയ്ക്ക് അസ്ലി ആധാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജാന എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള ഒരു റിയാലിറ്റിയിൽ എന്താണ് ഉള്ളത്, ഹതാശ നിരാശ, ഇത് രണ്ടൊന്നിനെയാണ്. എഹ്സാസ് പറഞ്ഞാൽ എന്താണ്, ഹെൽപ്ലെസ് കണ്ടീഷനാണ്, ഒരു അസഹായ അവസ്ഥേനാണ് എന്ന് പറയുന്നത്, അസഹായത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സങ്കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെയാണ് സങ്കട്ട് എന്ന് പറയുക. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ പോയിൻറ്റ്സ് മെയിനായിട്ട് പഠിച്ച് വയ്ക്കുക. അതേപോലെ കവിതയിൽ 16ാമത്തെ പേജിൽ തുടക്കത്തെ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ഈ കവിത എന്താ പറയണതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതേപോലെ പറഞ്ഞ അപ്പുറത്തെ ലാസ്റ്റ് സന്ദേശം മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നോക്കി വയ്ക്കുക. ഫസ്റ്റ് പാരഗ്രാഫിൽ അതായത് 15ാമത്തെ പേജ് ഞാൻ കുറേ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ് ഈ ഒരു കവിതയിൽ ടിപ്പണിയിൽ.